ജീവിതത്തിൽ മടിയുള്ളവരാണോ? അവർക്കുള്ള വീഡിയോ ആണിത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പ്ലാനുകളുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. കാരണം മടി. പഠിക്കാൻ മടി, ഒരു കാര്യം ചെയ്യാൻ മടി, ഒരു കാര്യം തുടങ്ങാൻ മടി. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സക്സസ് ആയ ഏത് മനുഷ്യനും ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്ത ഒരു ഏരിയ ആയിരുന്നു മടി. ഇതിനെ നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഇതിനെ എങ്ങനെയെങ്കിലും മറികടന്നാൽ മാത്രമേ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയൂ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാനത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച 3 ടെക്നിക്കുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇനി വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മടിയെ ഓവർകം ചെയ്യാനുള്ള ഒരു 3 സീക്രട്ടുകൾ. എന്തൊക്കെയാണത്? നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിൽ ഒന്നാമതായിട്ട്, തുടങ്ങുക. അല്ലാതെ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. തുടങ്ങുക എന്നതാണ് പ്രധാനം, അല്ലാതെ പെർഫെക്ഷൻ ഉണ്ടാവുക എന്നതല്ല. ഞാനത് വിശദീകരിച്ചു തരാം. നിങ്ങളൊക്കെ ഒരു ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുത്തൻ, അവന് ചിലപ്പോൾ ഇന്ന ഡയറ്റ് തുടങ്ങേണ്ടി വരും, നല്ല ഡ്രസ്സ് ഉണ്ടാവേണ്ടി വരും, നല്ല ടൈം വേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ നോക്കും. നിങ്ങളത് നോക്കരുത്. ഒരിക്കലും പെർഫെക്ഷൻ നോക്കരുത്. നിങ്ങൾ കയ്യിലുള്ളത് വെച്ച് നിങ്ങളങ്ങ് തുടങ്ങിയേക്കണം. ഇന്നെനിക്ക് ചെയ്യാൻ കഴിയുമോ? അങ്ങ് ചെയ്തേക്കണം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ലൈഫിൽ നമ്മൾ സകലമാന കാര്യങ്ങളും പിന്തിച്ചത് ഈ ഒരു പെർഫെക്ഷന്റെ പിന്നിലാണ്. തുടങ്ങാനൊക്കെ നിങ്ങളെ കണ്ട് കഴിയും. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും. പക്ഷെ നിങ്ങൾ ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് കുറെ വെയിറ്റ് ചെയ്ത്, അഥവാ നല്ലൊരു സമയമായിട്ടില്ല, എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഇതൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മടി മാറാൻ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത് തുടങ്ങിയേക്കണം. തുടങ്ങുക. ഒരിക്കലും പെർഫെക്ഷൻ വെയിറ്റ് ചെയ്യരുത്. അതാണ് ഏറ്റവും ഫസ്റ്റ് റൂൾ. രണ്ടാമതായിട്ട്, ഇന്നത്തെ നീയാണ് നാളത്തെ ഹീറോ. ഞാൻ അധികവും പറയാറുണ്ട്, ഇന്നത്തെ നീയാണ് നാളത്തെ ഹീറോ. നമ്മൾ എപ്പോഴും കിടക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണാറുണ്ട്, എൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെ ആവണം, ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ. അതിനെ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ജസ്റ്റ് ക്രിയേറ്റ് ഇറ്റ്. നിങ്ങൾ ആ ഫ്യൂച്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കാണുന്ന ആ സ്വപ്നങ്ങളിലെ അതിലേക്ക് നിങ്ങൾ അങ്ങ് തുടങ്ങിയാൽ മതി. നിങ്ങളത് ക്രിയേറ്റ് ചെയ്യും. അതാണ് നാളത്തെ ഹീറോ ആണ് നീ. പക്ഷെ ഇന്ന് നിങ്ങൾ ചടഞ്ഞിരുന്നാൽ നാളെ നിങ്ങൾക്ക് ഹീറോ ആവാൻ കഴിയില്ല. നിങ്ങളൊരു കാര്യം മാറ്റിവെക്കുമ്പോൾ, പിന്നൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് നാളെ ഈ അവസ്ഥയിൽ നാളെ എന്തായിരിക്കും സംഭവിക്കുക, ഇന്ന് ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ നാളത്തെ ഹീറോ എനിക്കാവാൻ കഴിയില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. കാരണം നാളത്തെ ഹീറോ ആവേണ്ട നീ ഇന്നൊരിക്കലും ചടഞ്ഞിരിക്കില്ല. ഇന്ന് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ ചിന്തിച്ചാൽ മതി, നാളെ ഞാൻ ഇതിൽ പരാജയപ്പെടും, നാളെ ഇതിൽ ഒന്ന് സങ്കടപ്പെടേണ്ടി വരും, അതുകൊണ്ട് ഇന്ന് പഠിച്ചേ തീരൂ എന്നുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം. അതാണ് നാളത്തെ ഹീറോ ആവണമെങ്കിൽ ഇന്ന് ചെയ്തു തുടങ്ങണം. ഒരിക്കലും ചടഞ്ഞിരിക്കരുത്. മൂന്നാമത്തെ റൂളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, മടിയെ മാറ്റുന്നതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളാണ് 5 സെക്കൻഡ് റൂൾ. നിങ്ങൾ കേട്ടിനോ എന്നറിയില്ല. 5 സെക്കൻഡ് റൂൾ എന്നത്, നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആ കാര്യം ചെയ്തിരിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഞാനൊരു ഉദാഹരണം പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയട്ടെ എന്ന് ചിന്തിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ രാവിലെ ആരെങ്കിലും വിളിക്കുമ്പോൾ കുറച്ച് സമയം കൂടി അവിടെ കിടക്കുമ്പോഴാണ്. സമയം ദീർഘിക്കുന്നതിനനുസരിച്ച് നിങ്ങളിങ്ങനെ ആ സമയത്തെ നീട്ടിക്കൊണ്ടിരിക്കും. അഥവാ നിങ്ങൾ പുതിയ എക്സ്ക്യൂസുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ, ഇപ്പോൾ കുളിക്കാൻ തീരുമാനിച്ചാൽ ഓൺ ദ സ്പോട്ട് പോയി കുളിച്ചേക്കണം. 5 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ ആ കാര്യത്തിലേക്ക് കടന്നിരിക്കണം. കാരണം മൈൻഡിന് എപ്പോഴും ഒരു കാര്യം തുടങ്ങാനാണ് പണി, അല്ലാതെ അത് കൃത്യമായിട്ട് ചെയ്യുന്നതിന് പണിയില്ല. അതിൽ കയറിയാൽ അത് സ്മൂത്ത് ആയിട്ട് പോയിക്കോളും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 5, 4, 3, 2, 1 ഈ 5 സെക്കൻഡിനുള്ളിൽ ആ കാര്യം അങ്ങ് ചെയ്തേക്കണം. അപ്പോൾ ഇന്നു മുതൽ ജീവിതത്തിൽ മടി എന്നൊരു സാധനം നിങ്ങൾ വെച്ച് നിൽക്കരുത്. മാറ്റണം. ഡ്രീംസിലേക്കുള്ള ഒരു പടി മുന്നിലേക്ക് നിങ്ങൾ ചാടി തുടങ്ങണം.